സ്വിറ്റ്സർലൻഡിൽ ഇന്നലെയാണ് പുതുവത്സരാഘോഷങ്ങൾക്കിടെ 40ഓളം പേരുടെ മരണത്തിനിടയാക്കിയ അഗ്നിബാധ ഉണ്ടായത്. അത് അവിടുത്തെ ഒരു ബാറിൽ മനസ്സിലാക്കുന്നത് അവിടെ പടക്കം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ പടക്കത്തിൽ നിന്ന് പൂത്തിരിയിൽ നിന്നും കമ്പിത്തിരിയിൽ നിന്നും മറ്റും പടർന്ന തീയാണ് ആ ബാറിനെ പൂർണ്ണമായും കത്തി നശിക്കാനിടയാക്കിയത് എന്നുള്ളതാണ്. അവിടെ വളരെ ഇടുങ്ങിയ മരത്തൂണുകൾ ഒപ്പം ഗോവേണികളൊക്കെ ഉള്ളൊരു ബാറാണ്. ഇത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീവ്രവാദ ആക്രമണമല്ല ഈ സംഭവമെന്ന് പോലീസ് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കമ്പിത്തിരിയിൽ നിന്ന് തീ പടർന്നു എന്ന് ആണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. നിരവധി ആളുകൾ 500ഓളം ആളുകൾ ഈ ബാറിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ 40 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. അതിൽ ഒരു വലിയ ശതമാനം ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്ന വിവരം കൂടിയുണ്ട്. ഈ സംഭവം ഉണ്ടായത് ക്രാൻസ് മൊണ്ടാനയിലെ ഒരു സ്വകാര്യ റിസോർട്ടിലെ ബാറിലാണ് ഈ സംഭവം ഉണ്ടായത്. അജയ് വിവരം പങ്കുവെക്കും. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, വലിയ അപകടമാണ്. പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ ഇത്തരം അപകടങ്ങളെന്ന് പറയുമ്പോൾ അത് ആ ഒരു പ്രദേശത്തിൻ്റെ വലിയ ഭീതി സൃഷ്ടിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. യഥാർത്ഥ അപകട കാരണം ഈ പടക്കത്തിൽ നിന്ന് തീ പടർന്നതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും കാരണങ്ങൾ സംശയിക്കേണ്ടതുണ്ടോ? ഈ പരിക്കേറ്റ ആളുകളും നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിലാണല്ലേ? അതെ രഞ്ജിത്ത്, ഇപ്പോഴും നിരവധി പേർ ചികിത്സയിൽ തന്നെയാണ്. 100-ലധികം പേർ ഇപ്പോൾ നിലവിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതലും ഇറ്റാലിയൻ അതുപോലെ തന്നെ ഫ്രഞ്ച് പൗരന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയും പിന്നെ ഈ ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടും ഇവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തിയവരായിരുന്നു ഇതിൽ കൂടുതൽ പേരും. ഈ പറയുന്ന ക്രാൻസ് മൊണ്ടാന എന്ന് പറയുന്ന നഗരം അത് പണ്ട് ഈ ഏതാണ്ട് കൊളോണിയൽ കാലം മുതൽ തന്നെ നിരവധി ആളുകൾ എത്തിവരുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാ വർഷവും വളരെ വിപുലമായിട്ടുള്ള ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രാൻസിൽ നിന്നും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുമെല്ലാം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഈ പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് 16നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ പേർ എന്ന് പറയുന്നത്. നിലവിൽ ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ചും അതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ന്യൂ ഇയർ പാർട്ടിക്കിടെ അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ കൂടി സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷനിടയിൽ ഒരു വെയിട്രസ് ഷാമ്പെയിൻ ബോട്ടിലിൽ ഒരു കമ്പിത്തിരി കത്തിച്ച് കെട്ടിവെച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തീ പടർന്നാണ് വലിയൊരു തീപിടുത്തമായി വലിയൊരു സ്ഫോടനം ഉൾപ്പെടെ ഇവിടെ സംഭവിച്ചതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവ്രവാദ ആക്രമണമാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും എല്ലാം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ പോലീസ് നിലവിൽ അത്തരം കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. എന്തായാലും ഇപ്പോഴും പ്രദേശത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം പൂർണ്ണമായിട്ടും സീല് ചെയ്താണ് പരിശോധന നടക്കുന്നത്. അതുപോലെ തന്നെ ക്രാൻസ് മൊണ്ടാന എന്ന് പറയുന്ന ഈ സ്ഥലം അത് നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ റിസോർട്ട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ ഈ പരിക്കേറ്റ് കിടക്കുന്ന കൂടുതൽ ആളുകളെ ഉൾപ്പെടെ ഇനി അവർക്ക് സുഖം പ്രാപിച്ച് വരുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. 40 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ്. പോലീസ് മൃതദേഹങ്ങൾ തിരിച്ചറിയാനും അത് ബന്ധുക്കൾക്ക് കൈമാറാനും എല്ലാമുള്ള ഒരുക്കത്തിലാണ്. ഇത് സ്വിറ്റ്സർലൻഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവമാണ്, ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്നാണ് അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. 5 ദിവസത്തെ ദുഃഖാചരണം ഈ സംഭവത്തിന് പിന്നാലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി ഈ ഫ്രഞ്ച് ഇറ്റാലിയൻ ഭരണാധികാരികളും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് സാഹചര്യം. വലിയ അഗ്നിബാധയാണ് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായത്. 40ഓളം മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. അക്ഷരാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിനെ ഞെട്ടിപ്പിച്ച പുതുവത്സരാഘോഷങ്ങളുടെ ശോഭ കെടുത്തിയ ഒരു അപകടമായി അത് മാറുകയും ചെയ്തു.